ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. ഷാർജയിൽ നിന്നും ഇന്ന് രാത്രി 10:20 എയർ അറേബ്യ വിമാനത്തിലാണ് മൃതദേഹം കൊണ്ടുവരിക. നാളെ പുലർച്ചെ 4-ന് മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഗൾഫിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, എപ്പോഴാകും അതുല്യയുടെ മൃതദേഹം അവിടെ നിന്നും കൊണ്ടുവരിക, അവിടെ നിന്നും പുറപ്പെടുക? അജംഷാദ്, ഇന്ന് രാത്രി 10:20 ഷാർജിൽ നിന്ന് എയർ അറേബ്യ വിമാനത്തിൽ അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. പുലർച്ചയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും. പോസ്റ്റ്മോർട്ടം നടപടികളും അതുപോലെ തന്നെ എംബാമിംഗ്, മറ്റ് ഫോറൻസിക് നടപടികളൊക്കെ തന്നെയും നേരത്തെ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന ഫോറൻസിക് റിപ്പോർട്ടിൽ അതുല്യയുടെ മരണം ആത്മഹത്യ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതുല്യയുടെ ബന്ധുക്കൾ ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. ഇത് കൊലപാതകമാണെന്ന തരത്തിൽ പരാതി നൽകുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഷാർജയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇത് ആത്മഹത്യ തന്നെയാണെന്ന് തെളിയുകയും ചെയ്തു. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത്. അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ ബന്ധുക്കൾ നാട്ടിൽ പരാതി നൽകിയിട്ടുണ്ട്. ഷാർജയിൽ പരാതി നൽകാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആത്മഹത്യ തന്നെയാണ് എന്ന നിഗമനത്തിൽ ഇവിടെ പരാതി നിലനിൽക്കില്ല എന്നാണ് നിയമവിദഗ്ധർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായ നിയമ നടപടികൾ ഉണ്ടാകില്ല. പക്ഷെ അതേസമയം നാട്ടിലെ നിയമ നടപടികൾ തുടരും എന്ന് തന്നെയാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് അതുല്യയുടെ ബന്ധുക്കൾ അറിയിക്കുന്നത്. അതുല്യയെ നേരത്തെ ഭർത്താവ് സതീഷ് ഉപദ്രവിച്ചിരുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു. ക്രൂരമായ പീഡനമാണ് അതുല്യ നേരിട്ടിരുന്നത് എന്ന് വ്യക്തമാകുന്ന വീഡിയോകളാണ് അല്ലെങ്കിൽ ശബ്ദ സന്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. സതീഷ് തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു താൻ അതുല്യയെ ഉപദ്രവിച്ചിരുന്നു എന്നത്. ഏതായാലും ഭർത്താവിന്റെ ഉപദ്രവത്തിൽ മനം നൊന്താണ് അതുല്യ ആത്മഹത്യ ചെയ്തത് എന്ന് വ്യക്തം. ശരി, ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. അതുല്യയുടെ മൃതദേഹം ഇന്ന് രാത്രിയോടുകൂടി ഷാർജയിൽ നിന്നും എത്തിക്കും. നാളെയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജമാലുദ്ദീനാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.